ഡോക്ടർ ആക്ച്വലി തൃശ്ശൂരാണല്ലോ, അപ്പോൾ തൃശ്ശൂർ തന്നെയാണ് ക്ലിനിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് തൃശ്ശൂർ കാണുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കും ഡെന്റൽ? തൃശ്ശൂർ എന്നല്ല, ഗ്ലോബലി തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ഡെന്റൽ ഡീകെ തന്നെയാണ്. പല്ലിൽ കേടാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം. അതായത് പെയിൻ ഉണ്ടെങ്കിലും വരാണ്ടിരിക്കും. ഡീകെ എന്ന് പറയുന്നത് പെയിൻ ഉണ്ടാവുമ്പോഴല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഡെന്റൽ ക്ലിനിക്സ് നമ്മുടെ നാട്ടിലുണ്ട്, ഇത്രയും ഡെന്റൽ അവയർനെസ് പ്രോഗ്രാംസ് പോകുന്നുണ്ട്, എങ്കിൽ പോലും അവസാനത്തെ 30 വർഷമായിട്ടും ഈ അസുഖത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഏത് ഏജും തൊട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഇതില് ഏജ് ഗ്രൂപ്പ് ഇല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ പല്ലിന് കേടിന്റെ അസുഖം ഉണ്ട്. അത് ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമോ? ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ആവും തോറും അതിന്റെ ഡിസ്ട്രക്ഷൻ കൂടി കൂടി വരും. അതാണ് അതിന്റെ കാര്യം.